ശ്രീ മധു മണിമല, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോഴാണ് ശബരിമലയിൽ എത്തുന്നത്? ഈ പരികർമ്മിയായിട്ടാണല്ലോ എത്തുന്നത്? അത് UDF കാലത്താണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ CPM ആവർത്തിച്ചുന്നയിക്കുന്നത്. അങ്ങേക്ക് ശബരിമലയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. അങ്ങേക്ക് കൃത്യമായ കാലവും അറിയാമല്ലോ. ഏത് സമയത്താണ് ഇയാൾ വരുന്നത്? പരികർമ്മിയായി വന്ന ശേഷം പിന്നെ വലിയ രൂപത്തിൽ അയാൾ വളരുകയായിരുന്നു. അത് ഏത് കാലത്താണ്? ഒരു പ്രത്യേക കാലത്തിൽ മാത്രം വളരുക എന്നില്ലല്ലോ, അത് ഒരു പടിപടിയായി സംഭവിക്കുന്നതാണ്. അപ്പോൾ UDF കാലത്ത് എങ്ങനെയാണ് പോറ്റിയെ അത് സഹായിച്ചിട്ടുള്ളത്? അല്ലല്ല, ശ്രീ മാധു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ആദ്യമായിട്ട് വരുന്നത് 2007 അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2007 മെയ് മാസം 3-ാം തീയതിയാണ്, 2-ാം തീയതിയാണ് ഗുപ്തൻ പ്രസിഡന്റായിട്ട് വരുന്നത്. 2009 മെയ് മാസം 2-ാം തീയതി വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി. ഈ സമയത്താണ് അന്ന് ആലപ്പുഴക്കാരൻ മാധവൻ പോറ്റി എന്ന് പറഞ്ഞ ആളാണ് ശബരിമലയിലെ കീഴ്ശാന്തി. അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ പരികർമ്മിയായിട്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം പിന്നീട് വന്ന എല്ലാ കീഴ്ശാന്തിമാരോടൊപ്പവും പല മേൽശാന്തിമാരോടൊപ്പം അദ്ദേഹം സഹായിയായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആദ്യമായിട്ട് ശബരിമല വരുന്നത് തന്ത്രി രാജീവരുടെ നോമിനിയായിട്ട് തന്ത്രി രാജീവരുടെ ശുപാർശയിന്മേലാണ്. അദ്ദേഹം അത് ആദ്യം നിഷേധിച്ചുവെങ്കിലും അത് പിന്നീട് SIT അത് കണ്ടെത്തി. 2007 കാലത്ത് ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ട് വന്നയാൾ 22 വർഷത്തോളം രാജീവ് തന്ത്രിയായിട്ടുള്ള അടുപ്പമുണ്ടെന്നുള്ളത് അവിടെ തെളിഞ്ഞു കഴിഞ്ഞു. കാരണം ശബരിമലയിൽ വരുന്നത് 2007 2004 മുതൽ തന്നെ രാജീവ് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബാംഗ്ലൂർ വെച്ച് അടുപ്പമുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് ശബരിമല മുൻ മേൽശാന്തിയായിരുന്ന ഈ ശങ്കരൻ നമ്പൂതിരി ദേവസ്വം കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ പകർപ്പ് എനിക്ക് അദ്ദേഹം അയച്ചു തന്നിരുന്നു. എനിക്ക് കിട്ടിയ പകർപ്പ് ഞാൻ വിജിലൻസ് SITക്ക് കൈമാറുകയും SIT അതേക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ബാംഗ്ലൂരിൽ പോയി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരും തമ്മിൽ 22 വർഷത്തെ അടുത്ത ബന്ധവും സൗഹൃദവും ഉണ്ടെന്ന് SITക്ക് മനസ്സിലാകുന്നത്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്ന കാലത്ത് ഗുപ്തനായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്. 2007 ഈ വരുന്ന കാലം എന്നത് എത്രത്തോളം പ്രധാനമാണെന്ന് അറിയില്ല. ഇതിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഇതിൽ എത്ര റോളുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഇപ്പോൾ ഈ പറയുന്ന കൊടിമരവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു, തന്ത്രിയുടെ നിർബന്ധം എന്നുള്ള വിവരമടക്കം പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ഈ കൊണ്ടുവന്നതും അവിടെ നിയമിക്കുന്നതും എല്ലാം തന്ത്രിയുടെ നിലപാടായിരുന്നു. ശ്രീ മധു മണിമല, ഈ ശബരിമലയിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാഫല്ല മേൽശാന്തിയും തന്ത്രിയും ഒന്നും. പക്ഷേ ശബരിമല കീഴ്ശാന്തിയായിട്ട് വരുന്നയാൾ മിക്കവാറും ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ശാന്തിക്കാരായിരിക്കും. അവരായിരിക്കും കീഴ്ശാന്തിയായിട്ട് വരിക. കീഴ്ശാന്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കീഴിലുള്ള പരികർമ്മികളെ നിയമിക്കുന്നതും കൊണ്ടുവരുന്നതും അവർക്ക് ശമ്പളം കൊടുക്കുന്നതും മറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന അവരുടെ ഉത്തരവാദിത്തം. അത് ദേവസ്വം ബോർഡുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരുമല്ല ഇവർ. ഇവർക്ക് കിട്ടുന്ന ദക്ഷിണ അല്ലെങ്കിൽ മേൽശാന്തിയോ അല്ലെങ്കിൽ കീഴ്ശാന്തിയോ കൊടുക്കുന്ന പ്രതിഫലമാണ് അവർക്കുള്ളത്. ദേവസ്വം ബോർഡിന് ഇവരുടെ മേൽ യാതൊരു അധികാരാവകാശങ്ങളുമില്ല. എന്നോടൊപ്പം ആരൊക്കെ നിൽക്കണം, ഞാൻ എൻ്റെ കാര്യങ്ങൾ ആരും നോക്കണമെന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. അല്ലാതെ അതിൻ്റെ അത് ദേവസ്വം ബോർഡ് കൈ കടത്താറില്ല. ദേവസ്വം ബോർഡിന് അതിൻ്റെ അത് ഇടപെടുന്ന കാര്യമില്ല. കാരണം തന്ത്രിയോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ തന്ത്രിയുടെ ഇഷ്ടക്കാർ, തന്ത്രിക്ക് സ്വന്തക്കാർ, തന്ത്രിക്ക് വേണ്ടപ്പെട്ടവരാണ്. അതുപോലെ മേൽശാന്തി കൊണ്ടുവരുന്ന ആൾക്കാരാണ് മേൽശാന്തിയോടൊപ്പം നിൽക്കുന്നത്. കീഴ്ശാന്തിയോടൊപ്പം നിൽക്കുന്നത് കീഴ്ശാന്തിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അതൊന്നും ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാഫല്ല. ദേവസ്വം ബോർഡ് അതിന്മേൽ നിയന്ത്രണവും അധികാരങ്ങളുമില്ല. അത് ഇതുവരെ പാലിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ദേവസ്വം ബോർഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയത്. ഇപ്പോൾ ശബരിമല ശ്രീകോവിൽ കയറുന്ന ആൾക്കും ഐഡൻറ്റി കാർഡ് വേണം, അവർക്ക് അവരുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇതൊക്കെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ശബരിമല നിൽക്കാൻ പറ്റുള്ളൂ. മുൻപ് അങ്ങനെയല്ല. ഇഷ്ടക്കാരോ ബന്ധുക്കളോ സ്വന്തക്കാരോ ആര് വന്നാലും അവർക്ക് മേൽശാന്തിയോടൊപ്പം അല്ലെങ്കിൽ തന്ത്രിയോടൊപ്പം അല്ലെങ്കിൽ കീഴ്ശാന്തിയോടൊപ്പം ശ്രീകോവിൽ കയറാവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ അവസ്ഥയൊക്കെ ഇന്ന് മാറി കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഇതെല്ലാം മാറിയത്. ഈ ശബരിമല കൊടിമരത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ശബരിമലത്തെ കൊടിമരം കോൺക്രീറ്റ് ആയിരുന്നു. അത് 1970 തന്ത്രി ശങ്കരനും തന്ത്രി മഹേശ്വരനും തന്ത്രി മോഹന തന്ത്രി അന്ന് പയ്യന, ഇവർ 3 പേരോടാണ് അവർ പ്രതിഷ്ഠ നടത്തിയത്. ഈ ദേവപ്രശ്നം നടക്കുമ്പോൾ തന്നെ അവിടെ പറഞ്ഞു തടി കൊണ്ടുള്ള കൊടിമരമാണ്, അതിന് ചുവട് ജീർണിച്ചു പോയി, കൃമികീടങ്ങളുണ്ട്, അത് ശബരിമലയ്ക്ക് ദോഷമാണ്, ഭക്തജനങ്ങൾ ദോഷമാണ്, അത് അടിയന്തരമായിട്ട് മാറ്റണമെന്നായിരുന്നു പ്രശ്നക്കാരൻ്റെ വിധി. ആ സമയത്ത് അവിടെ സന്നിഹിതനായിരുന്ന മുൻ ശബരിമല മേൽശാന്തി, മുൻ ഗുരുവായൂർ മേൽശാന്തി ബ്രഹ്മശ്രീ എഴിക്കോട് ശശി നമ്പൂതിരി പറഞ്ഞു, ഇത് കോൺക്രീറ്റ് ആണ് കൊടിമരം, തടിയല്ല. കോൺക്രീറ്റ് എങ്ങനെയാണ് കുശിത്തു മാറുന്നത്, അവിടെ എങ്ങനെയാണ് കൃമികീടങ്ങൾ ഉണ്ടാകുന്നത് അദ്ദേഹം ചോദ്യം ചെയ്തു. അപ്പോൾ തന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മിണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾ മിണ്ടായിരിക്കാൻ പറഞ്ഞു.
പിന്നെ അദ്ദേഹം ഒന്നും തന്ത്രിയാണ് മിണ്ടിയില്ല. പറഞ്ഞത്? അത് കഴിഞ്ഞ് കൊടിമരം മാറ്റി കഴിഞ്ഞ് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് ആരാണ്? രാജീവ് തന്ത്രിയെ പറഞ്ഞു. ഞാനിവിടെ രാജീവ് തന്ത്രിയെ പറഞ്ഞു ഞാൻ അവിടെ സന്നിഹിതനാണപ്പം ഈ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ട്. ശബരിമല കൊടിമരം കൊടിമരമല്ല, ശബരിമല ശ്രീകോവിൽ സ്വർണ്ണം പൂശാനായിട്ട് വിജയമല്ലേ? ശ്രീ മധു മണിമല, എന്റെ ഒരു സംശയം, അന്ന് അദ്ദേഹം രാജീവർ അത്ര പ്രധാനിയല്ലോ. ഈ കൊടിമരം അച്ഛനും അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനാണല്ലോ. രാജീവര് പ്രധാനിയാണ്. ശബരിമല തന്ത്രി കേസ് ഉണ്ടാകുന്നത് 2006-ലാണ്. 2006-ന് ശേഷം മോഹനൻ തന്ത്രി ശബരിമല വന്നിട്ടേ ഇല്ല. പിന്നെ മഹേശ്വരൻ തന്ത്രിയും രാജീവ് തന്ത്രിയുമായിരുന്നു ഒന്നിടപെട്ട വർഷങ്ങളിൽ ശബരിമല വന്നുകൊണ്ടിരുന്നത്. ഈ കൊടിമര പ്രതിഷ്ഠ നടക്കുന്നത് രാജീവ് തന്ത്രിയുടെ കാലത്താണ്. രാജീവ് തന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. രാജീവ് തന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് ഈ സ്പോൺസർ അവിടെ വരുന്നത്. ഈ സ്പോൺസർ അവിടെ വന്ന് യാതൊരു കേടുപാടുകളും ഇല്ലാത്ത ഒരു കൊടിമരം മാറ്റേണ്ട ആവശ്യമില്ല. കോൺക്രീറ്റ് കൊടിമരമാണെന്ന് അറിയാതെ അവർ ദഹിപ്പിക്കാൻ വേണ്ടി ചെത വരെ ഒരുക്കി കഴിഞ്ഞപ്പോൾ ഈ വാജിവാഹനം ഇറക്കുന്ന അനന്തനാചാരിയും അവരുടെ പണിക്കാരും കൂടാണ്. അത് കയറിൽ കെട്ടി താഴോട്ട് ഇറക്കുമ്പോൾ ഏറ്റുവാങ്ങുന്നത് നമ്മുടെ താഴെ നിൽക്കുന്ന ASP കുറുപ്പും പറ്റുമാണ്. അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാജീവ് തന്ത്രി കടന്നു വന്നിട്ട് പറഞ്ഞു ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടത്, എനിക്ക് അവകാശപ്പെട്ടതാണെന്നല്ല പറഞ്ഞത്, തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ASP കുറുപ്പ് പ്രയാർ ഗോപാലകൃഷ്ണൻ നേരെ ഒന്ന് നോക്കി. പ്രയാർ ഗോപാലകൃഷ്ണൻ ASP കുറുപ്പിന്റെ നേരെ നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ത്രിക്ക് അവകാശപ്പെടണേ തന്ത്രിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. പ്രയാറിന് ഇതൊന്നുമല്ല. പ്രയാർ ശ്രീകോവിൽ അഭിമുഖമായിട്ട് ദേവൻ അഭിമുഖമായിട്ട് നിന്നു. തന്ത്രി കിഴക്കോട്ട് നോക്കി നിന്നു. ഇത് കൈമാറുമായിരുന്നു. അപ്പം ഈ അജയ് തറയിലും രാഘവൻ മെമ്പറും അവിടെ സന്നിഹിതരാണ്. ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ് ഈ കൈമാറ്റം നടന്നത്. തന്ത്രി ആവശ്യപ്പെട്ടു, തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന്. അദ്ദേഹത്തിന് അതേപ്പറ്റി അറിയത്തില്ല. അദ്ദേഹം കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ തന്ത്രിമുറി പോയി ഈ വാജിവാഹനത്തെ തൊട്ട് തൊഴുകയും ചെയ്തു. അത് കഴിഞ്ഞ് തന്ത്രി ഈ വാജിവാഹനത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അന്നേരം തന്നെ ഈ പറകൾ മുഴുവൻ ഇറക്കി, അഷ്ടതിക്ക് പലരെ ഇറക്കി അവിടെ വെച്ച് ശ്രീകോവിലിനെ കിഴക്കോട്ട് തിരിഞ്ഞ് ഒരു മേശയും കസേരയിട്ട് അവിടെ വെച്ച് തന്നെ ഓരോന്ന് പെട്ടിത്രാശയെ തൂക്കം നോക്കി മഹസർ എഴുതി ഇട്ടാണ് അവിടെ നിന്ന് ഈ സാധനം മാറ്റിയത്. ഇത് ആറന്മുള സ്ട്രോങ് റൂമിലേക്കാണ് മാറ്റിയതെന്നാണ് പറഞ്ഞത്. സ്ട്രോങ് റൂമിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പിന്നീട് ഈ വാജിവാഹനത്തിന്റെ പ്രശ്നം വന്നപ്പോൾ ഞാനാണിത് ആദ്യമായിട്ട് വാജിവാഹനം ഇങ്ങനെ ഒരു വാജിവാഹനം ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയിട്ടുണ്ട്, അത് എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ദേവസ്വം കമ്മീഷനെ വിളിച്ച് ചോദിച്ചപ്പോൾ ദേവസ്വം കമ്മീഷൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാൻ പുതിയ ആളാണ്. തിരുവാഭരണ കമ്മീഷനോട് ചോദിക്കാം. അവിടെ ചോദിച്ചപ്പോൾ അവിടെ ദേവസ്വം സ്ട്രോങ് റൂമിൽ അങ്ങനെ ഒരു വാജിവാഹനമില്ല. അതേ തുടർന്നാണ് ഈ വാജിവാഹനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത്. ആദ്യം രാജീവ് തന്ത്രി സമ്മതിച്ചില്ല. അവസാനം പ്രശ്നങ്ങൾ വന്നു. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ വാജിവാഹനം ഉണ്ട്. എങ്കിലും അത് പത്രക്കാർ ചോദിച്ചപ്പോൾ പത്രക്കാർക്ക് മുമ്പിൽ കാണിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു നാമജപ ഘോഷയാത്രയും മറ്റും പ്ലാൻ ചെയ്തു. അത് വാർത്ത വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ ഞങ്ങളോട് പറഞ്ഞു തന്ത്രി വാജിവാഹനം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാമജപ ഘോഷയാത്രയ്ക്ക് ഒഴിവാക്കണം. താഴെ മഠത്തിൽ ഒരു കുടുംബമല്ല 2 കുടുംബമില്ലേ, അപ്പോൾ അവർക്കത് മോശമാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരോടും ആലോചിച്ചിട്ട് ആ നാമജപ ഘോഷയാത്ര വേണ്ടാന്ന് വെച്ചു. അപ്പോൾ തന്ത്രി ഇത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തന്ത്രി ഇത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ വാജിവാഹനം ഒറിജിനലാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശബരിമലയിൽ നിന്നും 2007 തന്ത്രി രാജീവർ കൊണ്ടുപോയ വാജിവാഹനം പിന്നെ പുരാവസ്തു വകുപ്പിലെ വിദഗ്ധ സംഘം പരിശോധിച്ച് അത് ഇത്രയും കാലപ്പഴക്കമുള്ളതാണ്. 1970 സ്ഥാപിച്ചതാണ് ശബരിമലത്തെ ആദ്യത്തെ കൊടിമരം. ആ കൊടിമരത്തിൽ ഇരുന്ന വാജിവാഹനം തന്നെയാണോ, അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കണം, മൂല്യം നിർണ്ണയിക്കണം, എന്നിട്ട് മാത്രമേ ദേവസ്വം ബോർഡ് ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഏറ്റുവാങ്ങാതിരുന്നത്. ഇപ്പം SIT സംഘം എങ്ങനെയാണ് രാജീവ് തന്ത്രി എത്തിയത്? രാജീവ് തന്ത്രി പറഞ്ഞ മുഴുവൻ കള്ളത്തരമാണെന്ന് അവർക്ക് ബോധ്യമായി. അവർ ആദ്യം പലവട്ടം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അവർ വിശ്വസിച്ച് വരുത്തി. അപ്പോൾ അതേ ഓർത്ത് എന്നെ സംശയമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവർ തന്ത്രപൂർവ്വം അവിടെ വിളിച്ചു വരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത മൊഴികളും തന്ത്രി ആദ്യം പറഞ്ഞ മൊഴികളും കൂട്ടി യോജിപ്പിക്കാൻ നോക്കിയപ്പോൾ യോജിക്കുന്നില്ല. അവസാനം രാജീവ് തന്ത്രിക്ക് തെറ്റ് സമ്മതിക്കേണ്ടി വന്നു. അദ്ദേഹം പറയാം എനിക്ക് ഇത്രയും വർഷമായിട്ട് രാജീവ് തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട്, ഇയാൾ ഇത്തരക്കാരാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ശുപാർശയിലാണ് ശബരിമല. അത് ആദ്യം തന്ത്രി പറഞ്ഞത് അദ്ദേഹം കുറ്റക്കാരനാകുകയില്ല. അദ്ദേഹം സത്യം മറച്ചു വെച്ചു. എന്തിനാണ് സത്യം മറച്ചു വെച്ചത്? ശബരിമല ലോകാരാധ്യനായ തന്ത്രിയാണ് അദ്ദേഹം. ശബരിമല വരുന്ന എല്ലാ ഭക്തരും ശബരിമല അയ്യപ്പൻ കഴിഞ്ഞ പിന്നെ തന്ത്രിയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയല്ല എല്ലാവരും. ഞാൻ ഈ കൊടിമരത്തിൻ്റെ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുറ്റങ്ങൾ കണ്ടപ്പോഴാണ് ഞാൻ തന്ത്രിയായിട്ട് ഇടഞ്ഞത്. കാരണം ഞാൻ പുണ്യദർശനം ഒരു മാസിക കഴിഞ്ഞ് 25 വർഷമായിട്ട് നടന്നുണ്ട്. അതിൻ്റെ അകത്ത് 2017 ജൂൺ മാസത്തിലാണ് ഞാൻ ഈ കൊടിമരത്തിൻ്റെ കാര്യം പ്രസിദ്ധീകരിക്കുന്നത്. അത് കഴിഞ്ഞ് കൊടിമര പ്രതിഷ്ഠ കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ കൊടിമര പ്രതിഷ്ഠ കഴിഞ്ഞ് അരമണിക്കൂറുള്ളിൽ ഈ തന്ത്രി തന്നെയാണ് കൊടിമര അശുദ്ധമാക്കിയത്. അതിനുശേഷമാണ് അവർ മെർക്കുറി ഒഴിച്ച് കൊടിമര അശുദ്ധമാക്കുന്നത്. അതിൻ്റെ വാർത്ത 2017 ജൂലൈയിലക്കം പുണ്യദർശനം മാസയിൽ അടിച്ചു വന്നതിന് ശേഷമാണ് രാജീവ് തന്ത്രി എന്നെ വിളിച്ച് ചോദിക്കുന്നു പുണ്യദർശൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനായിട്ട് മധുമണി എൻ്റെ പേരാണ് വെച്ചിരിക്കുന്നത്, എന്നിട്ട് എനിക്കെതിരെ വാർത്ത കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് അയ്യപ്പനാണ് മുഖ്യം, തന്ത്രിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. പിന്നീടാണ് ഞാൻ ഇതേക്കുറിച്ച് അന്വേഷിച്ചത്. ഇതാണ് സത്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.